വീടിന്റെ വാടക കൂടുതലായതുകൊണ്ട് ദിവസവും 700 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്കറിയൂ. വീഡിയോ കണ്ടോളൂ. ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഫ്ലൈറ്റും പിടിച്ച് മലേഷ്യയിലെ എയർ ഏഷ്യയിലെ ഓഫീസിലെത്തുമ്പോഴേക്കും 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. തിരിച്ച് 300 കിലോമീറ്റർ അപ്പുറമുള്ള കോലാലംപൂരിലെ സ്വന്തം വീട്ടിലെത്തുമ്പോഴേക്കും 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. സോ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ആൾക്കെന്താ വട്ടാണോ എന്നുള്ളത്. സോ ഞാൻ പറയും ഇതൊരു സ്മാർട്ട് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻ ആണെന്ന്. പെനാങ്ങിലെ ഓഫീസിനടുത്ത് പ്രതിമാസം 42,000 രൂപ റെന്റ് കൊടുത്തിട്ടാണ് റേച്ചൽ കോർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വാടക കൊടുക്കുന്ന പൈസയുടെ പകുതി ഉണ്ടെങ്കിൽ ഡെയിലി വീട്ടിൽ പോയി തിരിച്ചു വരാൻ വന്ന തിരിച്ചറിവിലാണ് ഈ സ്മാർട്ട് ഡിസിഷൻ വരുന്നത്. ഇവിടെ 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, ഫാമിലിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. രണ്ടാമത്, സേവ് ചെയ്യുന്ന പണം സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ ഇനി തന്നെ റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാനോ സാധിക്കുന്നതാണ്. സോ ഇത് എങ്ങനെയാണെന്നല്ലേ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. റേച്ചൽ സേവ് ചെയ്യുന്ന 14,000 രൂപയിൽ നിന്നും വെറും 9,800 രൂപ മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ മക്കളുടെ 22ാമത്തെ വയസ്സിൽ 45 ലക്ഷം രൂപയുടെ എഡ്യൂക്കേഷണൽ ഫണ്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. തീർന്നില്ല, 1.5 കോടിയുടെ റിട്ടയർമെന്റ് ഫണ്ട് ബിൽഡ് ചെയ്യാൻ ബാക്കിയുള്ള 4,000 തന്നെ ധാരാളമാണ്. ഇത് ചുമ്മാ മാറ്റി വെച്ചുകൊണ്ട് മാത്രമായില്ല, കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും ആനുവലി 10% ഇൻക്രിമെന്റും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരും ഇതുപോലത്തെ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്റെ ബയോയിലുള്ള വീഡിയോ കണ്ടാൽ മതി. ഇനി നിങ്ങൾ പറ, ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? കമന്റ് ചെയ്യാൻ മറക്കണ്ട.